ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട് ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്ന പുരോഹിതന്മാരെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറുവാനും നിത്യസഹായനായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ മാതാവ് സ്റ്റെഫാന ഗോപി എന്ന വൈദികനോട് പറഞ്ഞ കാര്യമാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഒരു തവണ മാത്രമേ ഈശോയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചുള്ളൂ. എന്നാൽ ഓരോ പുരോഹിതന്മാരും ബലിയർപ്പിക്കുമ്പോഴൊക്കെ ഈശോ വീണ്ടും ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ അത്രമാത്രം പരിശുദ്ധ അമ്മ മാതാവ് പുരോഹിതന്മാരെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുവാൻ കാരണം, ഒരിക്കലും നിത്യാരാധന ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഈ ചേച്ചിയുടെ മകന്റെ വിവാഹം നടക്കുന്നില്ല, വിവാഹം നടക്കാൻ വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, ആരൊക്കെയോ ഇങ്ങനെ പറഞ്ഞു, ചേച്ചിയുടെ മകന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ബന്ധനങ്ങളും കെട്ടുകളും ഉണ്ട്, പിന്നെ ആരോ ഒരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഈ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ കുടുംബത്തിൽ ആരോ ഒരാള് ഈ മകന്റെ വിവാഹം നടക്കാൻ വേണ്ടി എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. എനിക്കിത് കേട്ടപ്പോഴേ വല്ലാത്ത സന്തോഷം തോന്നി. കാരണം ഇവരുടെ കുടുംബത്തിലെ ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ് എന്ന് എനിക്ക് ഉറപ്പായി. ഏതായാലും ആരോ ഒരാൾ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, ഏതായാലും ചേച്ചിക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഈ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നൊരു കാര്യമാണ്, ഒരു വ്യക്തി ഒരു പുരോഹിതനുമായിട്ട് ഉന്തും തള്ളും വാക്കുതർക്കമൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ അന്ന് അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. എന്നാലും ഒന്ന് ആലോചിക്കാൻ പറഞ്ഞപ്പോൾ ഈ ചേച്ചി പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഒരു കൈക്കാരനായിരുന്നു, ഒരു അച്ഛനുമായിട്ട് നല്ല സ്നേഹബന്ധത്തിലേക്കായിരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ എന്തൊക്കെയോ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നിങ്ങനെ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, ഏതായാലും വീട്ടിൽ ചെന്ന് ചേട്ടനോട് ചോദിച്ചിട്ട് നല്ലൊരു കുമ്പസാരം നടത്താൻ ഇങ്ങനെ പറയണമെന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ ചേച്ചി വീട്ടിൽ ചെന്ന് ചേട്ടനോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, ഞാനൊരു അച്ഛനുമായിട്ട് വാക്കുതർക്കവും മുന്തും തള്ളുമൊക്കെ ഉണ്ടായി, ഇന്ന് ഞാൻ കുമ്പസാരത്തിനൊന്നും ഏറ്റു പറഞ്ഞിട്ടില്ല, ഇന്നും എൻ്റെ ഉള്ളിൽ അതൊരു വിഷമമായിട്ട് കിടപ്പുണ്ട് എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ ചേട്ടൻ പറഞ്ഞു, ഞാൻ ഇന്ന് തന്നെ പോയി കുമ്പസാരത്തിൽ ഇതൊക്കെ ഏറ്റു പറയാമെന്ന് പറഞ്ഞു. ആ ചേട്ടൻ പോയി നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി പിറ്റേ ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഈ ചേച്ചിയുടെ മകന് ചേർന്ന ഒരു ജീവിത പങ്കാളിയെ കൊടുത്ത് ഈശോ ഈ കുടുംബത്തെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ ഇല ചെന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ഇലയ്ക്ക് തന്നെയാണ്. ഇത് വചനമൊന്നുമല്ല. അതുകൊണ്ട് നമ്മൾ പുരോഹിതന്മാരെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ കുടുംബങ്ങളിലേക്ക് ഇരുന്ന് പുരോഹിതന്മാരെ കുറ്റപ്പെടുത്തുന്നത്, അവരെ കളിയാക്കുന്നതൊക്കെ മക്കളുടെ മുമ്പിലിരുന്ന് ചെയ്യുമ്പോൾ ഈ മക്കളെയൊക്കെ പുരോഹിതന്മാരിൽ നിന്ന് അകറ്റിക്കളയുകയാണ് എന്ന് ചിന്തിക്കുന്നത് മാതാപിതാക്കന്മാരെ ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജപമാല ചെല്ലുമ്പോൾ, വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുമ്പോൾ, ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പുരോഹിതന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറാം. കാരണം ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മൾ മാറിയിരുന്ന് കുറ്റം പറയുമ്പോൾ, നമ്മളിരുന്ന് ചിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പിശാചാണ് സന്തോഷിക്കുന്നത് എന്ന് ചിന്തിച്ച് മനസ്സിലാക്കി പുരോഹിതന്മാരെ വീണു പോകാതിരിക്കുവാൻ വേണ്ടി അവർക്ക് വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും, ഓരോ പുരോഹിതന്മാരെയും സന്യാസിനിമാരെയൊക്കെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണം നമുക്ക് എല്ലാവരോടും കൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.